വലിയൊരു പാചകക്കാരി പടിയിറങ്ങി പോയല്ലോ കണ്ണേട്ട. അതുകൊണ്ട് ഇനി അവളുടെ കുറവൊന്നും കണ്ണേട്ടൻ അറിയാൻ പാടില്ല. ആ ബാലചന്ദ്രൻ എന്ന സിവിൽ എഞ്ചിനീയറുമായിട്ട് അവര് ചുറ്റിത്തിരിയായിരുന്നല്ലോ. ഇനി അങ്ങനെയായിരിക്കും പ്രതി. ഹലോ, അങ്ങനെ മഹാലക്ഷ്മി പുതിയ പ്രമോൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? നമ്മുടെ അനന്തുവിന്റെ അടുത്ത് നമ്മുടെ കണ്ണൻ പോകുന്നുണ്ട്. അപ്പൊ അനന്ത് പറയുന്നുണ്ടോ ഇങ്ങനെയും ആൾക്കാരുണ്ടോ, എന്തൊക്കെയാ നടക്കുന്നേ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്. അപ്പൊ കണ്ണനും ആകെ അന്താളിച്ച് നിൽക്കുക വീട്ടിലെ ആ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടിട്ട്. വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോഴാണെങ്കിലും നമ്മുടെ സ്വാതി വിഭവ സമൃദ്ധമായ കുറെ കറികളും എല്ലാം വെച്ചിട്ട് നമ്മുടെ കണ്ണനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് കണ്ണന് വരുമ്പോൾ വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ കരുണ പറയുന്നുണ്ട്, ആ രുചിയായിട്ട് വെച്ചിരുന്ന ഒരുത്തി കണ്ണേട്ടനെ വിട്ട് പോയല്ലോ, ഇനി അവൾക്ക് പകരം വേറൊരുത്തി വേണമല്ലോ, അപ്പൊ സ്വാതി കണ്ണേട്ടന്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് നമ്മുടെ കരുണ ഇങ്ങനെ ഇട്ട് പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ കണ്ണന് മനസ്സിലാ കാര്യങ്ങളുടെ പോക്കൊക്കെ വേറെ സ്ഥലത്തോട്ടാണ് നമ്മുടെ കണ്ണൻ ഇപ്പോ 100% ഉറപ്പായിട്ടോ. പിന്നീട് നമ്മുടെ ഉണ്ണിയാട്ട് കാണിക്കുന്നു. ഉണ്ണി നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ടേ, മഞ്ജു നമ്മുടെ മഹാലക്ഷ്മിക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാനേജറിന്റെ കയ്യിൽ നിന്നും പണിവാളിക തന്നെ ആയിരിക്കും. അയാൾ എപ്പോഴും അവളുടെ കൂടെ ആർന്നല്ലോ മണത്ത് നടന്നിരുന്നേ എന്നിങ്ങനെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പൊ മഞ്ജുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് പറയാനും പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയാണല്ലോ ഇപ്പൊ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും മഞ്ജുവിനൊക്കെ നേരിടേണ്ടി വരുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. വേറെ മലയാളി സൈനിങ് ഓഫ്.